ഇന്ന് നവംബർ 1 തീയതി മുതൽ ചില കാര്യങ്ങളിൽ മാറ്റമുണ്ട്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നു മുതൽ വരുന്ന മാറ്റങ്ങൾ ഇവയാണ്. 1, ആധാറിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട്. പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കായി മാത്രം അക്ഷയ സെന്ററിൽ പോയാൽ മതി. പേര്, വിലാസം, ജനനത്തീയതി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവയിലെ അപ്ഡേറ്റുകൾ ഇനി മുതൽ 75 രൂപയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ബയോമെട്രിക് മാറ്റങ്ങൾക്ക് 125 രൂപയാണ്. ആധാറിൽ വരുന്ന മാറ്റങ്ങളാണ്. ബാങ്കിംഗ് മേഖലയിൽ ചില മാറ്റങ്ങളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കിംഗ് നിയമ ഭേദഗതി 2025 പ്രധാന വകുപ്പുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ എന്നിവയ്ക്ക് 4 നോമിനികൾ വരെ ആകാം എന്നുള്ളതാണ് ഇന്നു മുതൽ വരുന്ന ഒരു മാറ്റം. അടിയന്തര സാഹചര്യങ്ങളിൽ അവകാശികൾക്ക് എളുപ്പത്തിൽ അത് ക്ലെയിം ചെയ്യാം. നാമനിർദ്ദേശ പ്രക്രിയയും ലളിതമാക്കും. പെൻഷൻ പേയ്മെന്റ് തടസ്സങ്ങൾ ഒഴിവാക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർ അവരുടെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം നവംബർ 1 നവംബർ 30 ഇടയിലാണ്. പെൻഷൻകാരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. നിങ്ങളുടെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നവംബർ 30 വരെയാണ്. ഇല്ലെങ്കിൽ അടുത്ത മാസം പെൻഷൻ കിട്ടൂല. ദേശീയ പെൻഷൻ സംവിധാനത്തിൽ നിന്ന് ഏകീകൃത പെൻഷൻ പദ്ധതിയിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. മാറ്റത്തിനുള്ള അവസാന തീയതി 2025 നവംബർ 30 വരെയാണ്. പുതിയ TSG സംവിധാനം നിലവിൽ വരുന്നു. പുതിയ GST രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിക്കുകയാണ്. 4 സ്ലാബ് സമ്പ്രദായത്തിന് പകരമായി ഇനി 2 പ്രധാന GST സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാവുക. 12% 28% ഈ സ്ലാബുകൾ ഇനിയില്ല. ഇനിയുള്ളതാവട്ടെ 5% 18% മാത്രം.